ഞാൻ പാടിയതുപോലല്ല, ഇതൊരു സീരിയസാ. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എത്ര പേർക്ക് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നില്ല. കാരണം സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാലും അത് പാതി പേരും കള്ളമായിരിക്കും പറയുന്നത്. പാതി പേർക്കും ഫ്രസ്ട്രേഷനും ക്വസ്റ്റ്യൻസും കംപ്ലൈൻസും കൊണ്ടാണ് നമ്മൾ നിറഞ്ഞിരിക്കുന്നത്. നമ്മൾ സന്തോഷമുണ്ടെന്ന് ഇങ്ങനെ ചിരിച്ച് കാണിച്ചെന്ന് പറഞ്ഞാലും അകത്ത് നമുക്ക് ദുഃഖവും പ്രയാസവും തന്നെയാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിനോട് നമ്മൾ ചോദിക്കുന്നത്, കർത്താവേ, അങ്ങ് എനിക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം, എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും? വൈ ഈസ് ഇറ്റ് ഗെറ്റിംഗ് ഡിലേഡ്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണും. അപ്പോൾ വൈ ഈസ് ലൈഫ് അൺഫെയർ ടു മീ? വൈ മീ? എന്തുകൊണ്ട് ഞാനാണ് അനുഭവിക്കുന്നത്? ഞാൻ അനുഭവിക്കുമ്പോഴും ചീത്ത സ്വഭാവത്തിൽ നടക്കുന്നവരും അഴുക്ക് കാര്യങ്ങൾ ചെയ്യുന്നവരും നന്നായിട്ട് ജീവിക്കുമ്പോഴും ഞാൻ നന്നായിട്ട് ജീവിച്ചിട്ടും കർത്താവേ, എനിക്കെന്തിനാ ഈ കഷ്ടത വരുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. നിങ്ങളും ചോദിക്കാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ചോദിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് വെരി നോർമൽ, വിച്ച് മീൻസ് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉത്തരം കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനിലാണ് നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി ഞാനല്ല, അത് നിങ്ങളുമല്ല. അത് 1000 ആണ്ട് വർഷങ്ങൾ കൊണ്ട് ആളുകൾ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പല നാളുകളുണ്ട് ഈ ചോദ്യം ഉണ്ടായിരുന്നുണ്ട്. ഞാനിങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്ത് പോയപ്പോൾ ഞാൻ ബൈബിളിൽ കണ്ടു, ഒരു 7-8 പേരോളം ഇങ്ങനെ ദൈവത്തോട് ചോദ്യം ചോദിച്ച് അവർക്ക് കിട്ടിയ ഉത്തരങ്ങൾ എന്തോ ആയിരുന്നെന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായിരിക്കും ഞാനിത് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സങ്കീർത്തനം തന്നെ എടുക്കുമ്പോൾ 150 സങ്കീർത്തനത്തിൽ 40ഓളം സങ്കീർത്തനം കംപ്ലൈൻസ് ആണ്. ദൈവത്തോട് പരാതി പറയുന്നതാണ് 40ഓളം സങ്കീർത്തനം. അതിൽ ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യിരെമ്യാവിന്റെ കാര്യമാണ്. ഇവിടെ എനിക്ക് ഈ കംപ്ലൈന്റ് പറയാനുള്ള കാരണം എന്താണ്, യിരെമ്യാവ് എന്തുകൊണ്ടാണ് ഈ കംപ്ലൈന്റ് പറഞ്ഞത് എന്ന കോണ്ടെക്സ്റ്റ് തരാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസും ആൻസറും പറയും. ആർക്കെങ്കിലും അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യമായിട്ട് യിരെമ്യാവ് കർത്താവിനോട് ചോദിക്കുന്നു, ലോർഡ്, വൈ ഡിഡ് യു ഡിസീവ് മീ? വൈ വിക്കറ്റ് പ്രോസ്പർ ആൻഡ് ദ റൈച്ചസ് സഫർ? എന്തുകൊണ്ട് നീതിമാന്മാർ എപ്പോഴും സഫർ ചെയ്യുന്നു? എന്തുകൊണ്ടാണ് അഴുക്ക് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നന്നായിട്ട് ജീവിക്കുന്നു, പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സഫർ ചെയ്യണം? ഞാൻ അങ്ങ് പറഞ്ഞ കാര്യങ്ങളിലെ ഞാൻ ജനത്തോട് പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ട് ഞാൻ സഫർ ചെയ്യണമെന്ന് യിരെമ്യാവ് ചോദിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ കാര്യം വരുമ്പോൾ ഇയ്യോബും ചോദിക്കുന്നുണ്ട്, കർത്താവെ, എന്നെ ജനനത്തിൽ തന്നെ എന്തുകൊണ്ട് ഞാൻ മരിച്ചില്ല? ഞാൻ ഇവിടം വരെ എത്തിയിട്ട് ഈ കഷ്ടത എന്തിനാ ഞാൻ അനുഭവിക്കുന്നതെന്ന് ഇയ്യോബ് ചോദിക്കുന്നു. സങ്കീർത്തനത്തിൽ ദാവീദും ചോദിക്കുന്നുണ്ട്, ഇനി എത്രത്തോളം, ഹൗ ലോങ് ലോർഡ് വിൽ യു ഫർഗെറ്റ് മീ? സങ്കീർത്തനം 22 ചോദിക്കുന്നുണ്ട്, മൈ ഗോഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ? അങ്ങനെ ദാവീദും ചോദിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൽ തന്നെ ആസാഫും ചോദിക്കുന്നുണ്ട് യിരെമ്യാവ് ചോദിച്ച അതേ ചോദ്യം. എന്താണ് യിരെമ്യാവ് ചോദിച്ചത്? എന്താണ് യിരെമ്യാവ് ചോദിച്ചത്? അതെ, എന്തുകൊണ്ട് വിക്കറ്റ് പീപ്പിൾ പ്രോസ്പർ ആൻഡ് റൈച്ചസ് സഫർ? അതേ ചോദ്യം യിരെമ്യാവ് ചോദിച്ച അതേ ചോദ്യം ആസാഫും ചോദിക്കുന്നുണ്ട്. ഹബക്കൂക്കിന്റെ അടുത്ത് വരുമ്പോൾ ഹബക്കൂക്കും ചോദിക്കുന്നുണ്ട്, ഹൗ ലോങ് മസ്റ്റ് ഐ കോൾ ഫോർ ഹെൽപ്പ് ലോർഡ്? അങ്ങന്റെ കരച്ചിൽ എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് ഹബക്കൂക്കും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോശയും ചോദിക്കുന്നുണ്ട്, എലൈജ ചോദിക്കുന്നുണ്ട്. അവസാനം വരുമ്പോൾ പുത്രനായ യേശുക്രിസ്തു പോലും ക്രൂശിലായിരിക്കുമ്പോൾ യേശുക്രിസ്തു പോലും പിതാവിനോട് ചോദിക്കുന്നുണ്ട്, പിതാവെ, അങ്ങനെ കൈവിട്ടത് എന്തുകൊണ്ടെന്ന്. അപ്പോൾ കംപ്ലൈന്റ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി നോർമൽ. നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞെങ്കിലേ ഉള്ളു കുഴപ്പം. എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് പറയുന്നവര് പാതിപ്പേര് കള്ളം പറയാം. കാരണം നമ്മൾ ചിരിച്ചെങ്കിലും പുറമെ നമ്മൾ കാണിക്കുന്നത് അത് ജസ്റ്റ് ഒരു നെയിം സേക്ക് നമ്മൾ ചിരിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ
ഈ യെരമ്യാവിനും ഇയ്യോബിനും ദാവീദിനും ആസാഫിനും ഒക്കെ കിട്ടിയ ഉത്തരങ്ങൾ ആസാഫിന് കിട്ടിയ ഉത്തരവല്ല ദാവീദിന് കിട്ടിയത്, ദാവീദിന് കിട്ടിയ ഉത്തരവല്ല ഇയ്യോബിന് കിട്ടിയത്. അപ്പോൾ ഞാൻ അവരുടെ ഉത്തരം എന്താണെന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. യെരമ്യാവ് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ യെരമ്യാവിനോട് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ പ്രിപ്പയർ ചെയ്ത് നീ മനുഷ്യരുടെ കൂടെ ഓടുമ്പോൾ തന്നെ നീ തളർന്നുവെങ്കിൽ നീ കുതിരകളുടെ കൂടെ എങ്ങനെ ഓടും എന്നാണ് യെരമ്യാവിനോട് കർത്താവ് പറഞ്ഞത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഐ ആം ഷേപ്പിംഗ് യു ഫോർ എൻ എറ്റേണൽ ഇമ്പാക്ട്. ഇവിടെ ഈ കഷ്ടതയിൽ കൂടെ യെരമ്യാവ് കടന്നു പോകുന്നുണ്ടെങ്കിലും ആ കഷ്ടത എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല, ആ കഷ്ടത എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷനാണ്. യെരമ്യാവ് അവസാനമായിട്ട് ഇത് കടന്നു വരുമ്പോൾ ഇതിലും കഷ്ടത, ഇപ്പോൾ മനുഷ്യരുടെ കൂടെ നടന്ന കുതിരകൾ, ഇറ്റ്സ് ജസ്റ്റ് എ മെറ്റഫർ. കുതിരകളോട് ഓടുമ്പോൾ അതിലും ഭാരിച്ച നമുക്ക് പദവികൾ കിട്ടുമ്പോഴും അത് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മൾ ഓരോ ടെസ്റ്റിൽ കൂടെ കടത്തിവിടും. ഇയ്യോബിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇയ്യോബിന് ദൈവം ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തില്ല, മറിച്ച് ഇയ്യോബിന് കർത്താവ് കൊടുത്തത് ഒരു ക്വസ്റ്റ്യനാണ്. യെരമ്യാവിനോട് കർത്താവ് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്തുവെങ്കിൽ ഇയ്യോബിന് കർത്താവ് കൊടുക്കുന്നത് ഒരു ക്വസ്റ്റ്യനാണ്. കർത്താവ് ചോദിക്കുന്നു, വേർ വർ യു വെൻ ഐ ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത്? ഞാൻ ഈ ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് മറിച്ച് ചോദ്യം ചോദിക്കുകയായിരുന്നു. ആ ചോദ്യം കേട്ടതോടുകൂടി ഇയ്യോബിന് മനസ്സിലായി ദൈവം എന്തോ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ യെരമ്യാവിനോട് സംസാരിച്ച രീതിയിലല്ലായിരിക്കും ഇയ്യോബിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് കാണിച്ചത് ഹി ഷോഡ് ഹൂ ഹി വാസ് ആൻഡ് ദാറ്റ് വാസ് ഇനഫ് ഫോർ ജോബ്. അപ്പോൾ ഇവിടെ ദൈവം കാണിക്കുന്നത് ഒരു റെസ്റ്റോറേഷൻ ആഫ്റ്റർ ദ ട്രയൽ. നമ്മൾ ഒരു കഷ്ടതയിൽ പോയാലും അവസാനം നല്ലത് തന്നെ വരും എന്നാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. ദാവീദും ഇതുപോലെ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദാവീദിന് ഒരു ഡയറക്റ്റ് ആൻസറും കിട്ടിയില്ല, മറിച്ച് ദൈവം ഒരു ചോദ്യവും തിരിച്ചു ചോദിച്ചില്ല. ദാവീദിന് മറിച്ച് ദൈവം ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്. ആ സൈലൻസ് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുമ്പോൾ അവസാനത്തെ വാക്യങ്ങൾ വരുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ബട്ട് ഐ ട്രസ്റ്റ് ഇൻ യുവർ അൺഫെയിലിംഗ് ലവ്. ഞാൻ അങ്ങയുടെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പ്രസൻസ് അവൻ അനുഭവിച്ചു. ആ പ്രസൻസിൽ കൂടെ അവന് പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടി. അങ്ങനെ ദാവീദിനും അവിടെ ദൈവത്തിന്റെ ഉത്തരം കിട്ടി. ആസാഫിന്റെ കാര്യത്തിലും ആസാഫിനും ദൈവം പറയുന്നു, when I entered the sanctuary of God, I understood their end എന്നാണ്. അതിന്റെ അർത്ഥം ഞാൻ ദൈവത്തോട് അടുത്ത് ചേർന്നപ്പോൾ I got to know the bigger picture. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, am I closer to God? ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പോൾ ആസാഫിനോട് ദൈവം പറയുന്നത്, ട്രസ്റ്റ് മീ, ഐ ആം ഇനഫ്. മതിയായവനാണ്, എന്നിൽ നീ വിശ്വസിക്കുക. ഹബക്കുക്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഹബക്കുക്കും കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവ് ഇനി ഞാൻ എത്രത്തോളം കരയണം, എൻ്റെ കണ്ണുനീർ വ്യർത്ഥമായി പോവല്ലേ എന്ന്. അപ്പോൾ കർത്താവ് പറയുന്നു, കണ്ണുനീർ ഒരിക്കലും വ്യർത്ഥമല്ല. അവിടെ കർത്താവ് ഹബക്കുക്കിനോട് പറയുന്നത്, നീ കാണുന്നില്ലെങ്കിലും ഞാൻ പണിയെടുക്കുന്നുണ്ട്. നീ ഒരുപക്ഷെ നീ കാണാതിരിക്കാം, ഞാൻ ചെയ്യുന്നുണ്ടോ, ഞാൻ എന്താ ചെയ്യുന്നില്ല എന്ന് നിനക്ക് അറിയാതിരിക്കാം, പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കർത്താവ് പറയുന്നു. യേശുക്രിസ്തുവിനോട് പോലും, യേശുക്രിസ്തു ക്രൂശിൽ കർത്താവിനോട്, കർത്താവെ അങ്ങ് കൈവിട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് കർത്താവ് ഒന്നും പറയുന്നില്ല, മറിച്ച് മൂന്നാം നാൾ he resurrected. That means he got the victory. അപ്പോൾ ഓരോരുത്തർക്കും പല രീതിയിലാണ് ദൈവം സംസാരിക്കുന്നത്. യെരമ്യാവിനോട് കർത്താവ് ഒരു എക്സ്പ്ലനേഷൻ ആൻസർ ആയിട്ട് കൊടുത്തെങ്കിൽ ഇയ്യോബിനോട് ദൈവം ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇയ്യോബിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ ദാവീദിന് അദ്ദേഹത്തിന്റെ പ്രസൻസിൽ കൂടെയാണ് ഉത്തരം കിട്ടിയത്. ഹബക്കുക്കിനോട് കർത്താവ് ഒരു ജസ്റ്റിസിന്റെ പ്രോമിസ് ആണ് കൊടുത്തത്. യേശു ക്രിസ്തുവിന് മറിച്ച് വിക്ടറിയാണ് കൊടുത്തത്. സോ ടുഡേ maybe you are tired running with men.
But God says, I am preparing you to run with horses. Maybe you're forgotten like David, but God says, trust in me. Maybe you're broken like Job, but God says, trust in my wisdom, even though you do not understand what it is. Maybe you feel, for a brief time, maybe you feel like Jesus on the cross, but God says, you will be resurrected, which means the victory is definitely going to come. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് we got to wait. We have to wait for God's answer. നമ്മൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല. കർത്താവ് ചെയ്യാനുള്ള സമയത്തേ ചെയ്യത്തുള്ളൂ. നമ്മുടെ സൗകര്യത്തിനല്ല കർത്താവ് ചെയ്യുന്നത്. കർത്താവ് അദ്ദേഹത്തിന്റെ സമയത്തിന് നമുക്ക് വേണ്ടത് ചെയ്യും. അപ്പോൾ God hears our cry. He sees every injustice that is happening here and he will definitely answer. You are not alone. നമ്മുടെ കൂടെ അനേകരുമുണ്ട് ഈ യാത്രയിൽ. അപ്പോൾ എല്ലാവരുടെ കൂടെയും ദൈവം കാണുമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചോണ്ടിരുന്നുള്ളൂ. താങ്ക് യു.